എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 50-ാമത്തെ സർഗത്തിൽ 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജനക മഹാരാജാവ് നൽകിയ പൂജകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ജനകനോടൊപ്പം, അതുപോലെ തന്നെ ജനകൻ്റെ മന്ത്രിമാരും പുരോഹിതന്മാരോടും ഒക്കെ ഒപ്പം ഈ ബാലകന്മാരുണ്ട്, ശ്രീരാമനും ലക്ഷ്മണനും, ഒപ്പം തന്നെ വിശ്വാമിത്രനോടൊപ്പം വന്ന മുനിമാരും ഒക്കെ കൂടിയിട്ട് ഒരുമിച്ച് അവിടെ വട്ടത്തിലിരുന്നു. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനും സംഭാഷണം ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അവർ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഉണ്ടായത് നോക്കാം. 12-ാമത്തെ ശ്ലോകം നോക്കാം. ആസനേഷു യഥാന്യായമുപവിഷ്ടാൻ സമന്തതഃ ദൃഷ്ട്വാ സ നൃപതിസ്തത്ര വിശ്വാമിത്രമഥാബ്രവീത്. അങ്ങനെ ആ നൃപതി ഉണ്ടല്ലോ, രാജാവ്, മഹാരാജാവായിട്ടുള്ള ജനകൻ, അദ്ദേഹം ആസനേഷു യഥാന്യായം സമന്തതഃ സമുപവിഷ്ടാൻ ദൃഷ്ട്വാ, സിംഹാസനങ്ങളിൽ, അഥവാ വലിയ സിംഹാസനമൊന്നും ആയിരിക്കില്ല, പീഠങ്ങൾ, ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവരായിട്ടുള്ള എല്ലാവരെയും കണ്ടിട്ട് വളരെ കൃത്യമായിട്ട് ആ ബഹുമാനത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ മുതലായിട്ടുള്ള വലിയ മുനിശ്രേഷ്ഠന്മാർ മുമ്പിൽ, മറ്റ് ആൾക്കാരൊക്കെ പുറകിൽ, അങ്ങനെയുള്ളൊരു ക്രമത്തിൽ ഇരിക്കുന്നവരായിട്ടുള്ള മുനിമാരെ എല്ലാവരെയും കൂടി കണ്ടിട്ട്, സമന്തത എന്ന് പറഞ്ഞാൽ ചുറ്റുമിരിക്കുന്നവർ, അതാണ്. വരിവരിയായിട്ട് ഇരിക്കുകയല്ല, അദ്ദേഹത്തിന് മുമ്പിൽ, ജനക മഹാരാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ അർദ്ധവൃത്താകാരത്തിൽ ഇരിക്കുന്നവരായിട്ടുള്ള എല്ലാവരെയും കൂടി കണ്ടിട്ട്, ദൃഷ്ട്വാ സ നൃപതി, ആ മഹാരാജാവ് തത്ര അവിടെ ഇരുന്നു കൊണ്ട് വിശ്വാമിത്രം അബ്രവീത്, വിശ്വാമിത്രനോട് ഇപ്രകാരം പറഞ്ഞു. വിശ്വാമിത്രനോട് ഇപ്രകാരം ചോദിക്കുകയാണ്. അതായത് തൻ്റെ യാഗത്തെ പറ്റിയിട്ടൊക്കെ പറയുകയും കുറച്ച് കാര്യങ്ങളൊക്കെ വർത്തമാനം പറയുകയാണ് ചെയ്യണത്. എന്താ പറഞ്ഞത്? വളരെ കാര്യമായിട്ട് വിശ്വാമിത്രൻ വന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യണത്. നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. അദ്യയജ്ഞ സമൃദ്ധിർമേ സഫലാ ദൈവതൈഃ കൃതാ അദ്യയജ്ഞഫലം പ്രാപ്തം ഭഗവത് ദർശനാന്മയാ. ഞാൻ കുറേ കാലമായിട്ട് യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നാണ് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് എനിക്ക് കിട്ടിയത്. അദ്യ യജ്ഞസമൃദ്ധി, അദ്യ മേ യജ്ഞസമൃദ്ധി, ഇന്നാണ് എൻ്റെ യജ്ഞം ഏറ്റവും സമ്പന്നമായത്. യജ്ഞസമൃദ്ധി എന്ന് പറഞ്ഞാൽ അതാണ്, സമ്പന്നമാവുക. ഈ യാഗം വേണ്ടതുപോലെ ആയിത്തീർന്നത്, സമ്പൂർണമായത് ഇന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് വിശ്വാമിത്രൻ വന്നതോടുകൂടിയിട്ടാണ് ഈ യാഗം സമ്പന്നമായത്. അതോടൊപ്പം സഫല ദൈവതൈഹി കൃത, ദൈവതൈഹി കൃത സഫല. ദൈവതൈഹി, ദൈവതങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരെൻ്റെ യാഗത്തെ സഫലമാക്കിയത് ഇന്നാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, അങ്ങ് വന്നതുകൊണ്ട് സമ്പന്നമായി, ദേവന്മാർ എൻ്റെ യാഗത്തെ സഫലമാക്കി. മാത്രമല്ല അദ്യ യജ്ഞഫലം പ്രാപ്തം ഭഗവത് ദർശനാന്മയ, ഭഗവത് ദർശനാത്, അങ്ങയെ കാണാൻ സാധിച്ചതുകൊണ്ട്, വിശ്വപ്രസിദ്ധനായിട്ടുള്ള വിശ്വാമിത്രൻ എന്നുള്ള വാക്ക് തന്നെ ലോകത്തിന് മുഴുവനും മിത്രമായിട്ടുള്ളവനാണ്. ആ പേര് തന്നെ വളരെ പ്രത്യേകതയുള്ള പേരാണ്. അതുകൊണ്ടാണ് വിശ്വാമിത്രനെ കണ്ടപ്പോൾ തന്നെ ഭഗവത് ദർശനാത് മയാ അദ്യ യജ്ഞഫലം പ്രാപ്തം, ഇന്ന് തന്നെ ഞാൻ യജ്ഞത്തിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞു. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി ഇതിൻ്റെ കുറച്ച് ദിവസം എന്നുള്ളത് പറയും. പക്ഷേ ഇന്ന് അങ്ങ് വന്നതോടു കൂടിയിട്ട് എൻ്റെ യജ്ഞം സഫലമായി, എനിക്ക് യജ്ഞത്തിൻ്റെ ഫലം ലഭിച്ചു. അങ്ങയെ കാണാൻ പറ്റിയത് ഈ യാഗം ഇവിടെ നടത്തിയത് കൊണ്ടാണല്ലോ. യാഗം നടത്തിയിരുന്നില്ല എങ്കിൽ വിശ്വാമിത്രൻ അവിടേക്ക് പോകുന്നുണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ യജ്ഞഫലം സമ്പൂർണമായി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയാണ്. അതോടൊപ്പം ധന്യോസ്മി അനുഗൃഹീതോസ്മി യസ്യ മേ മുനിപുംഗവ യജ്ഞോപസദനം ബ്രഹ്മൻ പ്രാപ്തോസി മുനിഭിഃ സഹ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അഹം ധന്യഃ അസ്മി, ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. എൻ്റെ രാജ്യവും ധന്യമായി, ഞാനും ധന്യനായി. മാത്രമല്ല അനുഗൃഹീതഃ അസ്മി, എനിക്ക് മനസ്സിലായി ഞാൻ അനുഗ്രഹം ലഭിച്ചവനാണ്. എനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഈ യജ്ഞത്തിൻ്റെ ഈ വേളയിൽ ഒരിക്കലും വിശ്വാമിത്രനെ പോലെയുള്ള
ഇത്ര പ്രഗത്ഭനായിട്ടുള്ള ഒരു ഋഷീശ്വരൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എന്തുകൊണ്ട്? യസ്യമേ മുനിപുങ്കവ. എന്തുകൊണ്ട്? യസ്യ, യാതൊന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് എന്നാണെങ്കിൽ, മേ യജ്ഞോപസദനം, എൻ്റെ ഈ യജ്ഞ ഉപസദനം എന്ന് പറഞ്ഞാൽ യാഗശാല എന്നർത്ഥം. യാഗശാലയിലേക്ക് ബ്രഹ്മൻ മുനിഭി സഹ പ്രാപ്തോസി. മുനിപുങ്കവ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ബ്രഹ്മർഷിയാണല്ലോ. അങ്ങനെ അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ട് ജനകൻ പറയാണ്, മുനിപുങ്കവനായിട്ടുള്ള ഒരാള് ഒറ്റയ്ക്കൊന്നല്ല, മുനിഭി സഹ, അങ്ങയുടെ ശിഷ്യന്മാരെ കൂടി കൂട്ടിയിട്ട്, വളരെ ഉദാരമതികളായ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരെ കൂടി കൂട്ടിയിട്ട് എൻ്റെ ആശ്രമത്തിലേക്ക് അങ്ങ് വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് വന്നതുകൊണ്ട് ഞാൻ ധന്യനായി തീർന്നു, ഞാൻ അനുഗ്രഹീതനായി തീർന്നു, എനിക്ക് വളരെയധികം സന്തോഷമായി, എൻ്റെ യജ്ഞഫലം ഞാൻ അനുഭവിച്ചു എന്നാണ് പറയണത്. നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. ദ്വാദശാഹം തു ബ്രഹ്മർഷേ ദീക്ഷാമാഹുർമനീഷിണ തതോ ഭാഗാർത്ഥിനോ ദേവാൻ ദ്രഷ്ടുമർഹസി കൗശിക. ഹേ ബ്രഹ്മർഷേ കൗശിക, അല്ലയോ ബ്രഹ്മർഷിയായിട്ടുള്ള കൗശിക മുനെ. കൗശികൻ നേരത്തെ പറഞ്ഞതാണ്, വിശ്വാമിത്രന്റെ മറ്റൊരു പേരാണ്. വിശ്വാമിത്രന്റെ സഹോദരിയാണ് കൗശികി, ഒരു നദിയാണ് എന്നൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ കൗശിക മുനിയോട്, വിശ്വാമിത്രനോട് പറയാണ്, ദ്വാദശാഹം ദീക്ഷാം മനീഷിണ ആഹു. ദ്വാദശാഹം എന്ന് പറഞ്ഞാൽ 12 ദിവസമാണ്. ആകെ 12 ദിവസമാണെന്നാണോ ഇനി 12 ദിവസം കൂടി ഉണ്ട് എന്നുള്ളതാണോ എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. പുരോഹിതന്മാര്, അറിവുള്ളവർ പറഞ്ഞു വച്ചിരിക്കുന്നത് യജ്ഞദീക്ഷ ഇനി 12 ദിവസം കൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ദ്വാദശാഹം തു ബ്രഹ്മർഷേ ദീക്ഷാമാഹു. ആരാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്? മനീഷിണ, നല്ല വിവരമുള്ളവര്, പണ്ഡിതന്മാര്, യജ്ഞത്തെ പറ്റിയിട്ട് അറിവുള്ളവര്. 12 ദിവസത്തെ ദീക്ഷയാണ്. ദീക്ഷ എന്ന് പറഞ്ഞാൽ വ്രതമാണ്. ഒരു പ്രത്യേക ജീവിതചര്യയിലേ ജീവിക്കാൻ പറ്റുള്ളൂ. രാവിലെ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്നത് വരെ ഉറക്കവും പല കൃത്യതകളോട് കൂടിയിട്ട് വേണം. അങ്ങനെ ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്യാനൊന്നും പറ്റില്ല. ഭക്ഷണത്തിലായാലും വെള്ളം കുടിക്കുന്നതിലായാലും സംസാരത്തിലായാലും എല്ലാത്തിലും നിയന്ത്രണങ്ങളോട് കൂടിയിട്ടുള്ള ജീവിതമാണ് വ്രതചര്യ. അതുതന്നെയാണ് ദീക്ഷ. ആ ദീക്ഷ ഇനി 12 ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് തതോ ഭാഗാർത്ഥിനോ ദേവാൻ ദ്രഷ്ടുമർഹസി കൗശിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട്, ആ 12 ദിവസം കഴിഞ്ഞിട്ട് ഈ യാഗം സമ്പൂർണമാകുന്ന സമയത്ത് ദേവന്മാര് അതിൻ്റെ യജ്ഞഫലം ഭുജിക്കാനായിട്ട് വരും. ഭാഗാർത്ഥികളായിട്ട് ഇവിടേക്ക് വരും. ആ ദേവന്മാരെ കാണാൻ വേണ്ടിയിട്ട്, അല്ലയോ വിശ്വാമിത്ര മഹർഷേ, അങ്ങ് ഇവിടെ ഉണ്ടാകണം. ദ്രഷ്ടും അർഹസി കൗശിക ത്വം ദ്രഷ്ടും അർഹസി. അതായത് എൻ്റെ കൂടെ നിന്നുകൊണ്ട് ദേവന്മാരെ കാണാൻ വേണ്ടി കൂടി അങ്ങ് ഇവിടെ ഉണ്ടാവണം. അതായത് 12 ദിവസവും ഇനി ബാക്കി 12 ദിവസമല്ലേ ഉള്ളൂ, അങ്ങ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതോടുകൂടിയിട്ട് യജ്ഞം തീരും, ദേവന്മാരെ കാണാൻ പറ്റും. ദേവന്മാരെ ഞാൻ കാണുമ്പോൾ എൻ്റെ കൂടെ അങ്ങ് കൂടി ഉണ്ടാവണം എന്നാണ് വിശ്വാമിത്രനോട് ജനക മഹാരാജാവ് ആവശ്യപ്പെടുന്നത്. എന്നിട്ടോ ഇത്യുക്ത്വാ മുനിശാർദൂലം പ്രഹൃഷ്ടവദനസ്തദാ പുനസ്തം പരിപപ്രച്ഛ പ്രാഞ്ജലി പ്രയതോ നൃപ. മുനിശാർദൂലം ഇത്യുക്ത്വ, ഇപ്രകാരം ആ ശ്രേഷ്ഠനായിട്ടുള്ള മുനിസത്തമനായിട്ടുള്ള വിശ്വാമിത്രനോട് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതായത് 12 ദിവസം കൂടിയുണ്ട്, കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, തഥാ പ്രഹൃഷ്ടവദന, വളരെ സന്തോഷവാനായിട്ട്, മുഖത്ത് ആ സന്തോഷം പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷവാനായിരിക്കുന്ന ആ ജനക മഹാരാജാവ് പ്രാഞ്ജലി നൃപഃ പുനഃ തം പരിപപ്രച്ഛ, വളരെ വിനയാന്വിതനായിട്ട്, അതുകൊണ്ടാണല്ലോ വീണ്ടും കൈകൂപ്പി നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, കൈകൂപ്പി നിന്നുകൊണ്ട് പുനഃ തം, വീണ്ടും വിശ്വാമിത്രനോട് നൃപഃ പരിപപ്രച്ഛ, വളരെ താഴ്മയോട് കൂടിയിട്ട് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായതൊക്കെ പറഞ്ഞു, ഇനി വരാൻ പോണ 12 ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് യാഗത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം കൂടെ വന്ന ബാലകന്മാരെ പറ്റിയിട്ടൊക്കെയാണ്, അത് അടുത്ത ദിവസം നോക്കാം. അങ്ങനെ ചോദിക്കാനായിട്ട് ആരംഭിച്ചു എന്നാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം.
ആസനേഷു യഥാ ന്യായമുപവിഷ്ടാൻ സമന്തതഃ ദൃഷ്ട്വാ സ നൃപതിസ്തത്ര വിശ്വാമിത്രമഥാബ്രവീത് അദ്യ യജ്ഞസമൃദ്ധിർമേ സഫലാ ദൈവതൈഃ കൃതാ അദ്യ യജ്ഞഫലം പ്രാപ്തം ഭഗവദ്ദർശനാന്മയാ ധന്യോസ്മ്യനുഗൃഹീതോസ്മി യസ്യ മേ മുനിപുംഗവഃ യജ്ഞോപസദനം ബ്രഹ്മൻ പ്രാപ്തോസി മുനിഭിः സഹ ദ്വാദശാഹം തു ബ്രഹ്മർഷേ ദീക്ഷാമാഹുർമനീഷിണഃ തതോ ഭാഗാർത്ഥിനോ ദേവാൻ ദ്രഷ്ടുമർഹസി കൗശിക ഇത്യുക്ത്വാ മുനിശാർദൂലം പ്രഹൃഷ്ടവദനസ്തദാ പുനസ്തം പരിപപ്രച്ഛ പ്രാഞ്ജലി പ്രയതോ നൃപ. ആ ചോദ്യങ്ങൾ ഈ ബാലകന്മാരെ പറ്റിയിട്ട് തന്നെയാണ്. അത് മുമ്പേ ചോദിച്ച ചില ചോദ്യങ്ങളുമായിട്ട് സാമ്യമുള്ള ഭാഗങ്ങളാണ്. നമുക്കത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.